സുഹൃത്തുക്കളെ, നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇന്നലെ പിന്നെ ചെങ്ങന്നൂർ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അങ്ങോട്ട് പോയതും ട്രെയിനാണ്, ഇങ്ങോട്ട് വന്നതും ട്രെയിനാണ്. അന്നേരം ഇങ്ങോട്ട് വന്ന സമയത്ത് ഭയങ്കര തിരക്കാതിൽ ആ ട്രെയിനിൽ. പിന്നെ ബാംഗ്ലൂർ പോകുന്ന എക്സ്പ്രസ്സാണ്. ഭയങ്കര സൂചി കുത്താൻ സ്ഥലമില്ല, അത്ര തിരക്കാണ്. ബാംഗ്ലൂർ സ്റ്റുഡൻസൊക്കെ ഇഷ്ടം പോലെ അങ്ങോട്ട് പോകുന്നതും എവിടെ നിന്നൊക്കെ വരുന്നതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. കുറേ ആൾക്കാരാണ്. എറണാകുളത്തായ പിന്നെ ഇച്ചിരി ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയമൊക്കെ ഭയങ്കര ആളാണ്. അന്നേരം എറണാകുളത്തായപ്പോഴും പിന്നെ അവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാർ കയറുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് വണ്ടിയിൽ. അന്നേരം ഒരാൾ എന്നോട് പറഞ്ഞു, ആരാന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ, ഒരുത്തൻ അവിടെ ഇരുന്നു എന്നോട് പറഞ്ഞു, മാഡം ഈ സീറ്റ് ഇരുന്നോളാൻ പറഞ്ഞേ. ഞാൻ ഓർത്ത് അയാൾ സ്നേഹം കൊണ്ടാണ്, അയാൾ സ്നേഹം കൊണ്ടിരിക്കാൻ പറയുന്നതാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ അതിൽ ആ സീറ്റിലങ്ങിരുന്നു. അന്നേരം തിരക്കാണല്ലോ വണ്ടിയിൽ, ഭയങ്കര തിരക്കാണ്. അന്നേരം അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണന്നേരം ബൈക്കത്തായപ്പോൾ ഇറങ്ങിയ സമയത്ത് അന്നേരം എന്നോട് ഇരുന്നോളാൻ പറഞ്ഞേ. ഞാൻ അന്നേരം ആ സീറ്റിലങ്ങിരുന്നു. എൻ്റെ ദൈവമേ, അന്നേരം പുറത്തു നിന്നുള്ള ഒരു ഒറ്റ സീറ്റില്ലേ സൈഡിലുള്ള, ആ സീറ്റിലെ അന്നേരം അവിടെ നിന്നുള്ള ജനലിൽ നിന്നുള്ള കാറ്റ് കൊണ്ട് ഞാനിങ്ങനെ അങ്ങ് കുനിഞ്ഞിങ്ങനെ ഇരിക്കുക. ഞാൻ നോക്കി പറഞ്ഞേ, അയാളുണ്ടല്ലോ, അയാൾ എന്നെ ഇങ്ങനെ അങ്ങ് എന്തോ അയാളൊരു ടച്ചിങ്ങും കാര്യങ്ങളും ഭയങ്കരമായിട്ട്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു, എൻ്റെ ദേഹത്ത് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അയാൾ ഇച്ചിരി മാറിയേച്ച് പിന്നെ അയാൾ വന്നിരിക്കുന്നു. അന്നേരം ഞാൻ ചെയ്ത പരിപാടി എന്താണെന്നറിയൂ, മൊബൈലെടുത്തിട്ട് മൊബൈലിനകത്തുനിന്ന് ക്യാമറ ഓണാക്കി എൻ്റെ മുഖവും അയാളുടെ ദേഹത്തെ ടച്ചിങ്ങും കൂടെ ഇതാക്കി. നമുക്ക് ശല്യം വന്നാൽ എന്തോ ചെയ്യാൻ പറ്റും, ഓരോന്ന് ചെയ്യുമ്പോഴേ. ശല്യമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ശല്യമാണെന്നറിയോ ചില ആണുങ്ങളെ കൊണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോണക്കല്ല. ഞാൻ ഇങ്ങനെ അന്നേരേ എനിക്ക് മനസ്സിലായി ആകെ ഇടക്കേടാണെന്നേ. ഇങ്ങനെ ഫോൺ ഓണാക്കി ഞാൻ എടുത്തില്ല. ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ വെച്ച് വീഡിയോ ഓണാക്കിയില്ല, ഇങ്ങനെ ഓണാക്കാനായിട്ട് എടുത്തു വെച്ചു. അന്നേരം അയാളുടെ ഈ ടച്ചിങ് എൻ്റെ ഈ ദേഹത്തോട്ടാണ്, ഈ ദേഹത്ത് ഇങ്ങനെ വരുമല്ലോ, നമുക്കിങ്ങനെ വരും ടച്ചിങ്. അന്നേരം ആ ടച്ചിങ് അയക്ക് കാണാൻ പറ്റി. അയാളും എൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഇങ്ങനെ ഉരുമ്മി നിൽക്കുകയാണല്ലോ, അയക്ക് കാണാൻ പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടല്ലോ, അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് മാറി. അന്നേരം അയക്ക് മാറാൻ സ്ഥലമുണ്ട്, അയാൾ മാറി. അന്നേരം അയക്ക് ശരിക്കും ഉണ്ടല്ലോ വീഡിയോ വരും. ഫാമിലിയൊക്കെ ഉള്ള ഒരുത്തനാ, ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ള ഒരുത്തനാ. ഒരു 10-50 വയസ്സൊക്കെ ഉണ്ടാകുമായിരിക്കും മാക്സിമം, അത്രേ ഉള്ളൂ. ഏതാണ്ട് ജോലിയോ കാര്യമോ ഏതാണ്ടുള്ള ഒരാളാണ്. ഇവിടെ ഉള്ളൊരു ഞരമ്പ് രോഗിയാണെന്ന് തോന്നുന്നു. ഞാൻ സത്യമായിട്ടും കുറച്ച് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ ശരിക്കും ഞാനുണ്ടല്ലോ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തേന്. എന്ത് പ്രശ്നം വന്നാലും എനിക്ക് പ്രശ്നമില്ല. എന്നെ ഇങ്ങനെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. മാറുന്നു 1-2 പ്രാവശ്യം പറഞ്ഞിട്ടും അയാൾ മാറുന്നില്ല. മാറാൻ പറഞ്ഞിട്ട് മാറിയേച്ച് പിന്നെ അയാൾ ടച്ച് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ നിങ്ങളോട് കുറച്ച് നാണക്കേടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വെറുതെയുള്ള ടച്ചിങ് അല്ല, അയാൾ വെറുതെയുള്ള ടച്ചിങ്ങിനല്ല അയാൾ നിൽക്കുന്നത്, വേറെ രീതിയിൽ കൂടെയുള്ള ടച്ചിങ്. ഞാൻ പറയുന്നത് എങ്ങനെ, എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ സംഭവം അങ്ങനെ ചെയ്യാൻ വീഡിയോ എടുക്കുകയും അയക്ക് മനസ്സിലായി ഇടങ്കേട പ്രശ്നമാകുമെന്ന്. പെട്ടെന്ന് 1 സെക്കൻഡ് കൊണ്ട് അയാൾ മാറിക്കളഞ്ഞു, അപ്പുറത്ത് പോയി നിന്നു. വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴും അയാളിങ്ങനെ എന്നെ ഇങ്ങനെ ഇടിച്ചു കയറി ഇങ്ങനെ നിൽക്കുന്ന ശരീരമല്ല അയാളുടെ മുട്ടുന്നത്, വേറെ സാധനം എൻ്റെ ദേഹത്ത് മുട്ടുന്നത്. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് മാറിയിട്ട് എനിക്കിഷ്ടമല്ല മാറി നിൽക്കാൻ പറഞ്ഞു. പിന്നെ അയാൾ ഇങ്ങോട്ട് വരുക. എന്നോ ചെയ്യാൻ പറ്റുമോ? ചുമ്മാ ഓരോ പെണ്ണുങ്ങളൊക്കെ വീഡിയോസ് എടുത്ത് പുറത്ത് ഇടുന്നത്. എനിക്ക് അനുഭവം ഉള്ളതാണിത്. ശരിക്കും ഞാൻ അയാളുടെ ഫോട്ടോസൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ മര്യാദയുടെ രീതി പറഞ്ഞല്ലോ. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും ശല്യമെന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക്, അത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ശല്യം തന്നെയാണ്.
അത് തിരക്കുള്ള വണ്ടിയെ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോയപ്പം പ്രശ്നമില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പം ഭയങ്കര തിരക്കാണ്. ഒരു രക്ഷയുമില്ല. അത്ര സൂചി കുത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അയാൾ ചെയ്തത്. അതിനകത്ത് എത്രയോ ചെറുപ്പക്കാരുണ്ട്, അതിലും ഇതായൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അവരാരും അങ്ങനൊന്നും ചെയ്തില്ലല്ലോ, അങ്ങനത്തെ തോന്നിയുമില്ലല്ലോ. അയാൾക്കൊരു പ്രത്യേക ഒരു സ്റ്റൈലേ, അയാളുടെ ഒരു സൂക്കേട് ഞാൻ ഇന്നലെ തീർത്തു കൊടുത്തേനെ. എന്നെ ശരീരത്ത് ഉപദ്രവിക്കാനോ വന്നാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ വീഡിയോസ് എടുത്തിടും. അതെന്ത് പ്രശ്നം വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാനൊരു എൻ്റെ പാടായ വിധിയെ നോക്കി നിൽക്കുന്ന ഒരാളാണ്. എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ശരിക്കും ഞാൻ വീഡിയോസ് ഇടും, യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യം. ഓക്കെ, ബൈ ബൈ. നിങ്ങളോട് ഞാൻ ഈ സംഭവം പങ്കുവെച്ചത്. ഇങ്ങനെയുമുണ്ട് ഞരമ്പ് രോഗികളൊന്നുണ്ടെന്ന് പറയാം, നിങ്ങളോട് പറയുന്നു, അത്രമാത്രമേ ഉള്ളൂ. ഓക്കെ.